ഉറങ്ങാൻ പോകുമ്പോൾ തൊട്ടടുത്ത് ഒരു പേനയും ഒരു പേപ്പറോ നോട്ട്ബുക്കോ ചെറിയൊരു നോട്ട് പാഡോ വെച്ച് ചെറിയൊരു സജഷൻ കൂടെ മനസ്സിൽ കൊടുത്തുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചേക്കാം. നമുക്കൊന്ന് വ്യക്തമായി നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റൈൻ, ശ്രീനിവാസ രാമാനുജൻ, ഏലിയാസ് ഹോവ് തുടങ്ങി പലരും ഈ ഒരു രീതി അവലംബിച്ച് ജീവിതത്തിൽ തന്നെ വലിയ നേട്ടങ്ങൾക്ക് കാരണമായ ഐഡിയകൾ ഉറക്കത്തിൽ ലഭിച്ചവരാണ്. പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പോ സമയം മാറ്റിവെക്കലോ ഒന്നും ആവശ്യമില്ലാതെ നിത്യജീവിതത്തിന്റെ ഭാഗം എന്നോണം നിസാരമായി ആർക്കും ചെയ്യാവുന്ന ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ജീവിതത്തിൽ വമ്പൻ നേട്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വമ്പൻ നേട്ടങ്ങൾക്ക് കാരണമായേക്കാവുന്ന നിർണായകമായ ഐഡിയകൾ ലഭിച്ചേക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഐഡിയകൾ ലഭിക്കുമെന്നല്ല, പക്ഷേ ഈ ഒരു രീതി ഒന്ന് ശീലമാക്കിയാൽ ചിലപ്പോഴോ പലപ്പോഴുമോ വമ്പൻ ഐഡിയകൾ ലഭിക്കാൻ കാരണമായി തീർന്നേക്കാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണുമ്പോൾ ഈ ഒരു രീതി കൊണ്ടുണ്ടായ അത്ഭുതമെന്ന് തോന്നിക്കുന്ന ചില ഫലങ്ങളെ കുറിച്ചും അതിന്റെ ആ ഒരു പവറിനെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം അതെങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കാം. വളരെ നിസ്സാരമായ ഒരു കാര്യമാണത്. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച അനുഭവം ഏലിയാസ് ഹോവിന്റെ അനുഭവമാണ്. ആധുനിക തയ്യൽ മെഷീന്റെ ഉപജ്ഞാതാവ്, ആധുനിക തയ്യൽ മെഷീൻ കണ്ടെത്തിയ ആളാണ് ഏലിയാസ് ഹോവ്. അദ്ദേഹം അത് കണ്ടെത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതിൽ എല്ലാവരും പരാജയപ്പെട്ടു പോയ, എല്ലാവരും സുല്ലിട്ട ഘടകം എന്തെന്നാൽ അന്ന് നിലവിലുണ്ടായിരുന്ന സൂചി, ആ സൂചി ഒരു മെഷീനിൽ ഘടിപ്പിച്ച് ആ തയ്യൽ നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു സൂചി കണ്ടെത്തിയിട്ട് 4500 വർഷങ്ങളായതാണ്, 4500 മേൽ വർഷങ്ങളായതാണ് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഏതായാലും അന്ന് ലഭ്യമായ ഒരു സൂചി സങ്കല്പങ്ങൾക്കും ഈ മെഷീനിൽ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ കഴിയുമായിരുന്നില്ല. അന്നത്തെ സൂചി നമുക്കറിയാവുന്ന സൂചി തന്നെയാണ്. ആ മുന്നിൽ മുനയും പിന്നിൽ ആ തുളയുമുള്ളത്. ആ നീണ്ട സൂചിയുടെ മുൻഭാഗത്ത് മുനയുള്ള ഭാഗത്തല്ല തുള, മറ്റേ ഭാഗത്താണ് തുള. അല്ലാതെ മുനയിൽ തുളയുള്ള സൂചി അന്ന് വരെ ആർക്കും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഇന്ന് നമുക്കത് ലഭ്യമായതുകൊണ്ട് നമ്മുടെ സങ്കല്പങ്ങളിൽ വരും. പക്ഷെ അന്ന് വരെ ആർക്കും, ഏതാണ്ട് 1755 എന്റെ ഓർമ്മ, 1755 വരെ ആർക്കും അങ്ങനെ ഒരു സൂചി സങ്കല്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് വരെ നിലവിലുണ്ടായിരുന്ന സൂചി ഉപയോഗിച്ച് ഒരു മെഷീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എല്ലാവരും പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. ഏലിയാസ് ഹോവും നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഉറങ്ങാൻ പോയപ്പോൾ ഈ ഒരു ചിന്തയുമായി, എങ്ങനെയാണ് ഈ സൂചി കൊണ്ട്, ഈ സൂചിയാണ് പ്രശ്നം, ഈ സൂചിയിൽ എന്തും പല രീതിയിൽ മാറ്റം വരുത്തി നോക്കി, വളച്ചും തിരിച്ചും നേരെ യു പോലെ വളച്ചും പല രീതിയിൽ ശ്രമിച്ചു നോക്കുന്നുണ്ട് ഇദ്ദേഹവും. ഏത് രീതിയിൽ ഈ സൂചി പ്രയോഗിച്ചാലാണ് ഒരു മെഷീൻ കണ്ടെത്താൻ കഴിയുക എന്നുള്ള ആലോചനയുമായാണ് ഇദ്ദേഹം എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഉറക്കത്തിൽ ഇദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. കുറെ കുരങ്ങന്മാർ ഇദ്ദേഹത്തെ കാട്ടിലൂടെ ഓടിക്കുന്ന സ്വപ്നം. ആ സ്വപ്നത്തിൽ ഒരു വിചിത്രമായ സ്വപ്നം. ആ കുരങ്ങന്മാർ എല്ലാ കുരങ്ങന്മാരും ഓരോ കുന്തവുമായാണ് ഇദ്ദേഹത്തെ ഓടിക്കുന്നത്. കുന്തങ്ങളും കയ്യിലേന്തിയ കുരങ്ങന്മാർ ഇദ്ദേഹത്തെ കാട്ടിലൂടെ ഓടിക്കുന്നു. ഏലിയാസ് ഹോവിനെ കാട്ടിലൂടെ ഓടിക്കുന്ന സ്വപ്നമാണ് ഇദ്ദേഹം കാണുന്നത്. പക്ഷേ ആ വിചിത്രമായ സ്വപ്നത്തിൽ അദ്ദേഹം ഒരു സംഗതി കണ്ടു. ആ കുന്തങ്ങളുടെ എല്ലാം അഗ്രഭാഗത്ത്, ആ മുനയുള്ള ഭാഗത്ത്, ആ നീണ്ട കുന്തങ്ങളുടെ ആ മുനയുള്ള ഭാഗത്ത് എല്ലാ കുന്തങ്ങളുടെയും അഗ്രഭാഗത്ത് ഒരു തുളയും, ആ തുളയിൽ ഒരു കാട്ടുവള്ളിയും. എല്ലാ കുന്തങ്ങളുടെയും അഗ്രഭാഗത്ത്, അന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തതുപോലെ ആ കൂർത്ത അഗ്രഭാഗത്ത് ഒരു തുളയും, ആ തുളയിലൂടെ ഒരു കാട്ടുവള്ളിയും, നീണ്ട കാട്ടുവള്ളിയുമുള്ള കുന്തങ്ങൾ കൊണ്ടാണ് ഈ കുരങ്ങന്മാർ ഇദ്ദേഹത്തെ ഓടിക്കുന്ന സ്വപ്നം ഇദ്ദേഹം കാണുന്നത്. പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഐഡിയ വന്നു, ഈ സൂചിയിൽ ഈ ഒരു മാറ്റം മാത്രം മതി, അതിന്റെ തുള, ആ മുനയുള്ള ഭാഗത്ത് തുള വരുത്തിയാൽ അത് മെഷീനിൽ ഘടിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുകയും ആ ഒരു സ്വപ്നത്തിന്റെ ഫലമാണ്, ആ ഒരു സ്വപ്നത്തിൽ കിട്ടിയ കാര്യമാണ് ഇന്നത്തെ ആധുനിക തയ്യൽ മെഷീന്റെ കണ്ടുപിടുത്തത്തിന് കാരണമായി തീരുകയും ചെയ്തത്. ആൽബർട്ട് ഐൻസ്റ്റൈന്റെയും ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായി തീർന്നത് അദ്ദേഹത്തിന് ഉറങ്ങാൻ പോയപ്പോൾ ലഭിച്ച ഐഡിയകളാണെന്നുള്ളത് അദ്ദേഹം തന്നെ പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. E=mc², അങ്ങനെയാണ് കിട്ടിയതെന്നും അല്ല എന്നും വാദങ്ങളുണ്ട്. അദ്ദേഹം അത് എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് അറിയില്ല. E=mc² പോലും അങ്ങനെ ലഭിച്ച ഐഡിയ ആണെന്ന് പറയുന്ന വിദഗ്ധന്മാരുമുണ്ട്. അതല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതാണ് എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ നിരവധി കാര്യങ്ങൾ ഉറങ്ങാൻ പോയപ്പോൾ ആ പെന്നും പേപ്പറും അടുത്ത് വെച്ചുകൊണ്ടാണ് പോയത് എന്നുള്ളതും കിട്ടിയത് എന്നുള്ളതും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയാസ് ഹോവ് അങ്ങനെ നോട്ട് പാഡും പെന്നും വെച്ചുകൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഏതായാലും ആൽബർട്ട് ഐൻസ്റ്റൈൻ ഉറങ്ങാൻ പോകുമ്പോൾ പെന്നും പേപ്പറും ബെഡ് സൈഡ് ടേബിളിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏതോ ഒരു കണ്ടുപിടുത്തത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഒരുപാട് ആലോചിക്കുകയാണ്, ഇത് എങ്ങനെയാണ് ഇതിന് പരിഹാരം. അതുകൊണ്ടാണ് E=mc² എന്നാണ് ചിലർ പറയുന്നത്. അത് എന്താണെന്നുള്ള ആൻസർ കിട്ടുന്നില്ല. അദ്ദേഹം ഈ പെന്നും നോട്ട് പാഡും അടുത്ത് വെച്ച് എപ്പോഴെങ്കിലും ഐഡിയ വന്നാൽ അത് ഉപയോഗിക്കാം എന്നുള്ള ആ രീതിയിലാണ് അദ്ദേഹം ചെയ്തു വന്നിരുന്നത്. അപ്പം ഒരു ദിവസം ഉറക്കത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ആൻസർ കിട്ടി. പക്ഷെ ഉണർന്നപ്പോഴത്തേക്ക് മറന്നുപോയി.
നമുക്കും സംഭവിക്കാം. ചിലപ്പം ഉണരുമ്പോൾ തന്നെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത് തന്നെ വെക്കേണ്ടുന്നത്. അന്ന് മുതലാണ് ഐൻസ്റ്റൈൻ പെന്നും പേപ്പറും തൊട്ടടുത്ത് വെക്കാൻ തുടങ്ങിയതോ എന്നും എനിക്ക് അത്ര ധാരണ പോരാ. അത് പല കേട്ടുകേൾവികളുണ്ട്. ഏതായാലും അദ്ദേഹം പിറ്റേ ദിവസം പെന്നും പേപ്പറും അടുത്ത് വെച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസവും ആ ഐഡിയ വന്നു. അപ്പോഴും അദ്ദേഹത്തിന് അത് ഓർക്കാൻ സാധിച്ചില്ല. അത് 2 പ്രാവശ്യം പിറ്റേന്ന് നേരം എടുത്തപ്പോൾ ഓർക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണോ 3-ാം പ്രാവശ്യം പെന്നും പേപ്പറും വെച്ചത് എന്നുള്ളതും ഇന്നും വ്യക്തമായ റിപ്പോർട്ടുകളില്ല. ഏതായാലും 3-ാമത്തെ ദിവസം അദ്ദേഹം പെന്നും പേപ്പറും അടുത്ത് വെച്ച് കിടന്നുറങ്ങുകയും ആ ഐഡിയ വന്ന ഉടനെ എഴുതി വെക്കുകയും ചെയ്തു എന്നാണ് ഐൻസ്റ്റൈനെ കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അറിയാൻ കഴിയും ഐൻസ്റ്റൈൻ ഈ ഒരു രീതി ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അതുപോലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് രാമാനുജൻ. രാമാനുജൻ ഏതാണ്ട് എല്ലാ കണക്കുകളിലെ എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തിയിരുന്നത് ഉറക്കത്തിലായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ ഒരു കല്ല് തലയണയാക്കി വെച്ച് കിടന്നുറങ്ങുന്ന ശീലം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് പലപ്പോഴും വായിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം മഹത് വ്യക്തികൾ പലരും ഈ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു ചോദ്യം, ഇതിന് എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുക, ഇതിന് എന്താണ് പരിഹാരം എന്നുള്ള ചിന്തയോടെ ഉറങ്ങാൻ പോവുകയും ഉറങ്ങിപ്പോകുമ്പോൾ ഒന്നിന്റെ ഉറക്കത്തിന്റെ മൂർധന്യത്തിലോ ഉറക്കത്തിലോ എപ്പോഴെങ്കിലും അവർക്ക് ആ ഉത്തരം കിട്ടുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആദ്യ ദിവസം ഉണരുമ്പോൾ അത് മറന്നുപോയേക്കാം. അതുകൊണ്ടാണ് പെന്നും പേപ്പറും അടുത്ത് വെച്ച് കിടന്ന് ആ നിമിഷം തന്നെ ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് എഴുതി വെക്കുക. അതുപോലെ അത് എല്ലാ പ്രാവശ്യവും നമുക്ക് പെട്ടെന്ന് ഉണർന്ന് എഴുതി വെക്കാൻ കഴിഞ്ഞോളുന്നില്ല. ചിലപ്പോൾ ചില ഐഡിയകളൊക്കെ പിന്നെ കിട്ടിയെന്ന് ഇരിക്കില്ല. പക്ഷേ എങ്കിലും ഇത് തുടർന്നാൽ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരാറുണ്ട്. ഇന്നും ലോകത്ത് ഒരുപാട് ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ പലരും അത് പറയാറില്ല. വെറുതെ ആളുകൾ കളിയാക്കുകയുള്ളൂ എന്നുള്ളതാണ് സാധാരണക്കാരുടെ ധാരണ. പല ബിസിനസ്സുകാരും പല ആളുകളും ഇന്നും അത് ഉപയോഗിക്കുന്നതാണ്. അത് പലരും പറയാറില്ല എന്നുള്ളത് മാത്രം. ഞാനും ഇത് മനസ്സിലാക്കിയ കാലം മുതൽ ഞാനും അത് അനുവർത്തിക്കാറുണ്ട്. അത് പല ഐഡിയകളും ലൈഫ് ചേഞ്ചിങ് ആയ പല ഐഡിയകളും അങ്ങനെ ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഇനി സയന്റിഫിക്കായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. തൊട്ടു മുൻപ് പറഞ്ഞ വാചകത്തിൽ എനിക്ക് ചെറിയൊരു നാവുപിഴ പറ്റിയെന്ന് തോന്നുന്നു. ആ നിമിഷത്തിൽ ഉറങ്ങുമ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ നിമിഷത്തിൽ ഓർക്കുമ്പോൾ എന്നാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും. എങ്കിലും ഒന്ന് വ്യക്തമാക്കിയതേ ഉള്ളൂ. ആശയം മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഇത് ചെയ്യേണ്ടത് എന്തെന്നാൽ വളരെ നിസ്സാരമാണ്. പ്രത്യേകിച്ച് യാതൊരു തയ്യാറെടുപ്പും വേണ്ട. നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന്റെ തൊട്ടടുത്തൊരു ബെഡ് സൈഡ് ടേബിളിലോ കട്ടിലിന് താഴെയോ എവിടെയെങ്കിലും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഒരു മഷിയുള്ള പെന്നും, അങ്ങനെ എടുത്തു പറയാൻ കാരണം മഷി തീർന്നു പോയത് അറിയാതെ എനിക്കൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു മഷിയുള്ള പെന്ന് ഉറപ്പുവരുത്തുക. ഒരു നോട്ട് പാഡോ പേപ്പറോ അടുത്ത് വെച്ച് കിടന്നുറങ്ങുക. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് അതെടുത്ത് വെക്കുക. അതിനുശേഷം ഒരു ചോദ്യം മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആവശ്യമുള്ള അവനവൻ ആവശ്യമുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും ഇതിനിപ്പോൾ എന്താ പരിഹാരം, അത് മനസ്സിൽ ഇതെന്താ ഒരു പരിഹാരം കാണുക. അപ്പോൾ കുറേ നാൾ പരിഹാരം കിട്ടാത്തൊരു ഇഷ്യൂ ആണെങ്കിലും ഇതിനെന്താ ഏറ്റവും ശരിയായ പരിഹാരം, അല്ലെങ്കിൽ ഞാനത് എങ്ങനെയാണ് കണ്ടെത്തുക. നമുക്കൊരിക്കലും നമ്മുടെ സങ്കല്പത്തിൽ ഊഹിക്കാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ പോലും ഇതിന് പരിഹാരമില്ലേ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക, എന്തായിരിക്കും ഇതിന് പരിഹാരമെന്ന് നമ്മുടെ എന്തെങ്കിലും പ്രത്യേക ഏരിയകളെ കുറിച്ചോ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ ലൈഫ് കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്താണ് ഒരു വമ്പൻ ഐഡിയ നടപ്പാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യമോ ഒരു പ്രത്യേക കാര്യം സ്പെസിഫിക് ആയി ചോദിക്കുന്നതിനാണ് പെട്ടെന്ന് ഉത്തരം കണ്ടിട്ടുള്ളത്. ഏതായാലും നിങ്ങൾക്കത് എന്തിനെ കുറിച്ചുമാകാം. ലൈഫ് ഒന്നുകൂടെ വമ്പൻ മെച്ചപ്പെടുത്തൽ നടത്താൻ എനിക്ക് എന്താണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിലെ ഇന്ന കാര്യത്തിൽ എന്താണ് പരിഹാരം, അങ്ങനെ എന്തിനെക്കുറിച്ചും ഇവിടെ എല്ലാം ഉദാഹരണം പറയാൻ കഴിയില്ലല്ലോ. അപ്പം നിങ്ങളുടെ ലൈഫിലെ എന്തിനെക്കുറിച്ചുമുള്ള ആ ഒരു ചോദ്യവുമായി ഇതിനെന്താണ് പരിഹാരം എന്നുള്ള ആ ചോദ്യവുമായി ഉറങ്ങാൻ പോവുക. ഒരുപക്ഷെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഗാഠനിദ്രയിലോ എപ്പോഴെങ്കിലും സ്വപ്നമായോ അല്ലെങ്കിൽ ഒരു തോന്നലായോ പെട്ടെന്ന് ആ ഉത്തരം വരികയും നിങ്ങൾക്ക് സ്വീകാര്യമായ ഓക്കെ ഇത് കൊള്ളാമല്ലോ സൂപ്പർ ഐഡിയ എന്ന് നിങ്ങൾക്ക് അന്ന് വരെ തോന്നാത്ത ഒരു സ്പെഷ്യൽ ഐഡിയയാണ്, അത് നിങ്ങൾക്ക് കൊള്ളാവുന്നതാണ് എന്ന് കൂടെ ബോധ്യമായ ആ സെക്കൻഡിൽ തന്നെ ഉണർന്നെണീറ്റ് അത് എഴുതി വെക്കുകയും ചെയ്യുക. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉറക്കം തെളിഞ്ഞോളണമെന്നില്ല. അത് വിഷമിക്കാതെ വീണ്ടും അതേ ചോദ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് പോവുക, വീണ്ടും അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ അത് മുന്നോട്ട് പോയാൽ മതി. പിന്നെ ഇത് എല്ലാ ദിവസവും ലൈഫ് ചേഞ്ചിങ് ആയ വമ്പൻ ഐഡിയകൾ ലഭിക്കുമെന്ന് അർത്ഥമില്ല. ചിലപ്പോൾ 2-3 മാസം കൂടുമ്പോൾ ഒരു ഐഡിയ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ക്ഷമയൊക്കെ വേണം. അങ്ങനെ ആ ക്ഷമയോടെ ഇതൊരു ദിനചര്യയാക്കി മാറ്റിയാൽ 2-3 വർഷം കൂടുമ്പോൾ ഒരു ലൈഫ് ചേഞ്ച് ആക്കി മാറ്റുന്ന ഒരു ഐഡിയ കിട്ടിയാൽ പോരെ, ജീവിതം മാറി മറിയില്ലേ. അപ്പോൾ ആ ഒരു ക്ഷമയും ആ ഒരു ആർജവവും ഒക്കെ നമുക്ക് ഉണ്ടാക്കണം. പിന്നെ ചിലപ്പോഴൊക്കെ നിത്യവും അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യവും ഒക്കെ
കൊച്ചു കൊച്ചു മെച്ചപ്പെടുത്തലുകൾക്ക് ആവശ്യമായ ഐഡിയകളും കിട്ടിക്കൂടുന്നില്ല. അതും നമുക്ക് ആ ലൈഫിനെ ഉയർത്തിക്കൊണ്ടു പോകാൻ കാരണമാവുകയും ചെയ്യും. ഏതായാലും നമുക്ക് ആവശ്യമായ പല ഐഡിയകളും കിട്ടുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും വേണ്ട. കിടന്നുറങ്ങാൻ പോകുന്നതിനടുത്ത് ഒരു പേനയും പേപ്പറോ നോട്ട്ബുക്കോ വെക്കുക. എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ചോദ്യവുമായി കിടന്നുറങ്ങാൻ പോവുക. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങളത് പരീക്ഷിച്ചു നോക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക്